വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ ഒരു ദൈവം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. തന്നെ അങ്ങോട്ടൊക്കെ തിരിച്ചു പോയി ഞാൻ പറയേണ്ടത് അങ്ങനെ ചെയ്യണം. കാരണം ഞാൻ മരുന്നില്ലാണ്ട് ചികിത്സിക്കുന്ന ഡോക്ടറല്ല. ബാക്കി എല്ലാ രോഗങ്ങൾക്കും മരുന്ന് കൊടുക്കണതാണ്. ഇതിന് മരുന്നില്ലാത്ത കാരണം കൊണ്ടാണ് മരുന്ന് കൊടുക്കാത്തത്. അതൊന്നും തലകർക്കമുള്ള പേഷ്യൻറ്റിന് ചെയ്യാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായത് എനിക്കിത് വന്നപ്പോഴാണ്. 100% സക്സസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡ് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റി. വേറെ ഹോസ്പിറ്റലിൽ പോയാൽ ചെയ്യുന്നത് തലകറക്കം മാറാനൊരു ഇഞ്ചക്ഷൻ എടുക്കും, സ്റ്റെമറ്റിൽ ഇഞ്ചക്ഷൻ, MRI സ്കാനിങ്, CT, EG വരെ എടുത്ത കേസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒന്നും കുറവില്ലാണ്ടപ്പം വന്നപ്പോൾ തലയ്ക്ക് വരെ കട്ടിയായിരുന്നു. ഇപ്പോഴത്തെ വെറുതെ നമ്മൾ കണ്ടതല്ലേ. ഇന്ന് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന, എന്നാൽ പലർക്കും അറിയാത്തൊരു അസുഖം ആണ്. കാരണം വന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അങ്ങനെ ഒരു അസുഖമാണ് ഇയർ ബാലൻസ്. തൃശ്ശൂർ ജില്ലയിൽ ചന്ദ്രാപിന്നി എന്ന സ്ഥലത്ത് 17ാം കല്ല് ഹൈവേയുടെ സൈഡ് തന്നെയാണ് ഡോക്ടർ രവി ഈ ഇയർ ബാലൻസിന് മരുന്നില്ലാതെ ചികിത്സിക്കുന്നു. അതും ആള് റിട്ടയർഡ് DMO ആണ്. അപ്പൊ ഈ ഒരു അസുഖത്തിന് മരുന്ന് വേണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആളോട് തന്നെ ചോദിച്ചു നോക്കാം. ഡോക്ടർ MR രവി 31 കൊല്ലം കേരള ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്തതാണ്. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. റിട്ടയർ ചെയ്തിട്ടും കാലം കുറച്ചായി. 2006 റിട്ടയർ ചെയ്തതാണ്. അത് കഴിഞ്ഞിങ്ങനെ ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എൻ്റെ സാധാരണ വീട്ടിൽ തന്നെയാണ് ഞാൻ ചെയ്യണം, വേറെ ഒരിക്കലുമല്ല. എനിക്ക് ഈ ഇയർ ബാലൻസ് എനിക്ക് വന്നു. എനിക്ക് വന്നപ്പോഴാണ് ഇതിൻ്റെ ഭീകരാവസ്ഥ എനിക്ക് മനസ്സിലായത്. അതുവരെ സാധാരണ എല്ലാ തലകറക്കം പോലെ ഉള്ളൊരു തലകറക്കമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത്. അതല്ല, ഇത് പേഷ്യൻറ്റിനെ വളരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് എനിക്ക് വന്നപ്പോൾ മാത്രമാണ്. സാധാരണ എനിക്ക് ചെയ്യുന്ന ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, എപ്ലിമനൂർ, ഡിക്സാൽപൈക്ക്, വാൻഡോർഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും തലകറക്കമുള്ള പേഷ്യൻറ്റിന് ചെയ്യാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായത് എനിക്കിത് വന്നപ്പോഴാണ്. അപ്പോൾ അതിന് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ ഒരു പഠനം തന്നെ നടത്തുകയും 100% സക്സസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡ് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റി. അതാണ് ചികിത്സ അങ്ങനെ ചെയ്യുന്നത്. കാരണം ഞാൻ മരുന്നില്ലാണ്ട് ചികിത്സിക്കുന്ന ഡോക്ടറല്ല. ബാക്കി എല്ലാ രോഗങ്ങൾക്കും മരുന്ന് കൊടുക്കണതാണ്. ഇതിന് മരുന്നില്ലാത്ത കാരണം കൊണ്ടാണ് മരുന്ന് കൊടുക്കാത്തത്. സാധാരണ ഈ ഇയർ ബാലൻസ് വന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വലിയ ചെലവാണ്. കാരണം MRI സ്കാൻ എടുക്കണം, അതിന്റെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും എന്താണ് ഇയർ ബാലൻസ്? നമ്മളുടെ ചെവിയിൽ ഓരോ 2 സൈഡിലും എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ എന്ന് പറഞ്ഞ 3 ഭാഗങ്ങളുണ്ട്. ഈ ഇന്നർ ഇയർ എന്ന് പറഞ്ഞ പൊസിഷൻ ഉള്ളത് തലയോടിൻ്റെ എല്ലിൻ്റെ ഉള്ളിലാണ്. തലയോടിൻ്റെ ഉള്ളിലല്ല, തലയോടിൻ്റെ എല്ലിൻ്റെ ഉള്ളിലാണ്. തല തിരിക്കുമ്പോൾ മാത്രമേ അതിന് മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതിൽ ഈ കോക്ലിയ കേൾവിനെ പറ്റി സംബന്ധിച്ചുള്ളതാണ്. കേൾവിയുടെ തലച്ചോറിൻ്റെ സിഗ്നൽ എത്തിക്കുന്ന സംവിധാനമാണ് കോക്ലിയ. അതിൻ്റെ മേൽഭാഗത്തായിട്ട് 3 റിങ്ങുകളുണ്ട്, സെമി സർക്കുലർ കനാൽസ്. ഈ റിങ്ങുകൾ 90 ഡിഗ്രി തമ്മിൽ 90 ഡിഗ്രിയാണ്. നമ്മൾ തലതിരിക്കുമ്പോൾ ആ റിങ്ങുകൾക്ക് ഒരു മൂവ്മെൻറ്റ് വരും. ആ റിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് തലതിരിക്കുന്നതിൻ്റെ എങ്ങോട്ട് തിരിച്ചതിനനുസരിച്ച് 3 റിങ്ങിലും ഒരേപോലെ ആയിരിക്കില്ല ഫ്ലൂയിഡ് മൂവ് അത് ഡിഫറൻ്റ് ആയിരിക്കും ഒരു സൈഡിൽ. ഇതിൻ്റെ മിറർ ഇമേജാണ് ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോൾ ബലത്തിൽ 6 റിങ്ങുകളുണ്ട്. 6 റിങ്ങുകൾ 6 ഡയറക്ഷനിലായിരിക്കും. അതിൽ 6 റിങ്ങിലും 6 തരത്തിലായിരിക്കും ഫ്ലൂയിഡ് മൂവ്മെൻ്റ് ഉള്ളത്. അത് നമ്മുടെ തലച്ചോറ് ഈ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ തലയുടെ പൊസിഷൻ തീരുമാനിക്കുന്നു എങ്ങനെയാണ്. ആ തലയുടെ പൊസിഷൻ അത് ലൈവാണ്. കാരണം ഒരു മൈക്രോ സെക്കൻഡ് പോലും വേണ്ട ഈ കാൽക്കുലേറ്റ് ചെയ്ത്. പക്ഷെ അതിനൊപ്പം തലച്ചോറ് ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. അതായത് കണ്ണുകൊണ്ട് കാണുന്നതായിട്ട് മാച്ച് ചെയ്യണമെന്ന് നോക്കും. മാച്ച് ചെയ്യണില്ലെങ്കിൽ തലച്ചോറ് തീരുമാനിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നത് ശരിയല്ലാണ്. തലച്ചോറ് അവിടെ ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ വട്ടപ്പാലം ചിറ്റാവുന്ന പരിപാടി നമ്മുടെ നാട്ടിൽ വട്ടപ്പാലം പറയും. അത് തെക്കോട്ടൊക്കെ പോകുമ്പോൾ പമ്പരം ചിറ്റ പമ്പരം കറങ്ങുക എന്നൊക്കെ പറയാം. വടക്ക് സൈഡിലേക്ക് കണ്ണൂർ സൈഡൊക്കെ പോയി വട്ടം കറങ്ങുക എന്ന് പറയാം. അപ്പം അങ്ങനെ കുട്ടികളെ ചെയ്യാം, ആൾക്കാർ ചെയ്യാറില്ല. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സ്പീഡിൽ കറങ്ങിയിട്ട് പെട്ടെന്ന് കുട്ടി അങ്ങ് നിൽക്കും. ആ കുട്ടി നിൽക്കുമ്പോൾ ഈ റിങ്ങിൻ്റെ ഉള്ളിലത്തെ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് കുറച്ച് സമയം കൂടെ കണ്ടിന്യൂ ചെയ്യും ഈ കാരണം കൊണ്ട്. അപ്പോൾ തലച്ചോറിന് കിട്ടുന്ന സിഗ്നൽ തലതിരിക്കേണ്ടതാണ്. നമുക്ക് മൊത്തം ഭൂമി കറങ്ങണ പോലെ തോന്നും. അപ്പോൾ തലച്ചോറ് നോക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്നത് കാണുന്നില്ല. അപ്പോൾ തലച്ചോറ് തീരുമാനിക്കുന്നു കണ്ണുകൊണ്ട് കാണുന്നത് തെറ്റാണ്. ഒരു കണ്ണുകൊണ്ട് കാണുന്ന ഇമേജിനെ അതിനനുസരിച്ചൊരു
തിരിക്കലങ്ങ് തിരിക്കും. ആ തിരിക്കലാണ് വട്ടപ്പാലം ചുറ്റുമ്പോഴാണ്. തിരിക്കാൻ മാത്രമല്ല ബോഡിയിലടക്കം അതിൻ്റെ ചേഞ്ചസ് വരും, നമുക്ക് ഫീൽ ചെയ്യണം നമുക്ക് തിരിക്കണം, നമ്മൾ വീഴാൻ പോണ പോലൊക്കെ തോന്നുന്നു. അതെ. അപ്പോൾ ഇതിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഒരു ട്രെയിനിലിരിക്കുക, ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ട്രാക്കിലുള്ള ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. അതങ്ങനെയാണ് കണ്ണുകൊണ്ട് കാണാനുള്ള സിഗ്നലുകൾ മറ്റേതിലില്ല. അപ്പോൾ ബ്രെയിൻ തിരിച്ച് അവിടെ ഒരു കറക്ഷൻ കൊടുക്കും. ഈ സെമിസ്റ്റർ കുറയ്ക്കാനുള്ള സിസ്റ്റത്തിലേക്ക് ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവും. ഈ ഇയർ ബാലൻസിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിങ്ങുകളിൽ ഏതെങ്കിലും ഒരു റിങ്ങിലും മാത്രം കണ്ണാടി കൂടെ മാത്രം കാണാൻ പറ്റുന്ന ഒരു പൊടി ആയിട്ടുള്ള കല്ലുണ്ട്. കാൽസ്യം കാർബണേറ്റ് മാർബിളാണ്, സത്യത്തിൽ മാർബിളാണ്. ഇത് ഒരെണ്ണം തെറ്റി ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നീട് തലതിരിക്കുമ്പോൾ ആ റിങ്ങിൽ കൂടുതൽ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് വരേണ്ട തരത്തിൽ തലതിരിക്കുമ്പോൾ മാത്രം ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് കുറച്ച് സമയം കൊണ്ട് ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും തലതിരിക്കൽ കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ മാത്രം കുപ്പിള സ്റ്റിമുലേറ്റ് ചെയ്യും, ബാക്കി 5 കുപ്പിള സ്റ്റിമുലേറ്റ് ചെയ്യില്ല. അപ്പോൾ ബ്രെയിനാകെ കൺഫ്യൂഷനാകും. ഒരെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റേതില്ലാത്ത കാരണം കൊണ്ട് തലയ്ക്ക് കനം, മത്ത്, മനമടത്തിൽ, തലവേദന, ഛർദി, വയറിളക്കം വരെ വരാം. എന്നാലും ബ്രെയിനിന് ഇത് തന്നെയാണ് ശരി. അപ്പോൾ ഒരു റിങ്ങിൽ മാത്രം ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് വരേണ്ട തരത്തിൽ എങ്ങനെയാണ് തിരിക്കുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. സത്യത്തിൽ ഒരു റിങ്ങിൽ മാത്രം ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് വരേണ്ട തരത്തിൽ നമുക്ക് തല തിരിക്കാനേ പറ്റില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. പക്ഷെ ബ്രെയിൻ അത് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഒരു പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യും, ആ പൊസിഷനിലേക്ക് കണ്ണുകൊണ്ട് കണ്ണിനെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സാധാരണ നമ്മൾ ഒരു മറ്റേ വട്ടപ്പാലം ചുറ്റുമ്പോൾ ഒരു സ്മൂത്ത് റൊട്ടേഷൻ ആയിരിക്കും. ഇതിൽ തല ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. വന്നവർക്ക് അറിയുള്ളൂ, വരാത്തവർക്ക് അത് അറിയില്ല. ഇതാണ് ഇയർ ബാലൻസ്. അപ്പോൾ കൺഫ്യൂഷൻ കൊണ്ടാണ് ബാക്കി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ സാധാരണ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന മരുന്നുകൾ ശരിക്കും ഇയർ ബാലൻസിനുള്ള അല്ലെങ്കിൽ ഇയർ ബാലൻസിനായിട്ട് എന്തെങ്കിലും മരുന്നുണ്ടോ? ശരിക്കും ഇയർ ബാലൻസ് മാറ്റാനായിട്ട് മരുന്ന് ഒന്നുമില്ല. വേറെ ഹോസ്പിറ്റലിൽ പോയാൽ ചെയ്യണത് തലയിറക്കം മാറാനൊരു ഇഞ്ചക്ഷൻ എടുക്കും, സ്റ്റെമറ്റിൽ ഇഞ്ചക്ഷൻ, ഛർദിക്ക് ഒരു ഇമിസെറ്റ് ഇഞ്ചക്ഷൻ എടുക്കും. പിന്നെ വയറിന് അസുഖം തോന്നുന്ന നേരം കൊണ്ട് റാൻഡാക്ക് ഗ്യാസിനുള്ളൊരു ഇഞ്ചക്ഷൻ ചെയ്തു കൊടുക്കും. വയറിന് അസുഖം തോന്നുന്നത് ഒരിക്കലും വയറിന് അസുഖം കൊണ്ടല്ല, തലച്ചോറിൻ്റെ ഒരു കൺഫ്യൂഷൻ കൊണ്ടാണ് വരുന്നത്. ബ്രെയിൻ ഇൻഡ്യൂസറാണ് ആ ബുദ്ധിമുട്ട്. അല്ലാതെ ഈ റാൻഡാക്കിൻ്റെ ഇഞ്ചക്ഷൻ്റെ ഒരാവശ്യമില്ല. ഛർദിക്ക് ഇഞ്ചക്ഷൻ എടുക്കണം, വേറെ ഒന്നും ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഉള്ള ഇൻവെസ്റ്റിഗേഷൻ മുഴുവൻ ചെയ്യിക്കും. സാധാരണ നമുക്ക് MRI സ്കാനിങ്, CT, EG വരെ എടുത്ത കേസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. EG വരെ എടുത്തിട്ടുണ്ട്. ഇതിലൊന്നിലും ഇതിനെപ്പറ്റി ഒരു ഫൈൻഡിങ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പ്. കാരണം ഇയർ ബാലൻസിനെ പറ്റി ഒന്നും കാണില്ല. വേറെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം, അത് ആർക്കും വേണമെങ്കിലും പരിശോധിച്ച് നോക്കാവുന്നുള്ളൂ. റിപ്പോർട്ടിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ സാധാരണ കഴിഞ്ഞിട്ട് കണ്ട് റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർമാരെന്തെങ്കിലും ചെറിയ ഡിഫക്റ്റ് ഉണ്ടെന്ന് പറയും. കാരണം പേഷ്യൻറ്റിനെ സാറ്റിസ്ഫൈഡ് ആക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണത് ആ റിങ്ങിനുള്ളിൽ കല്ല് കയറിയതിനെ പുറത്താക്കാനുള്ള തലര ഓരോ സൈഡിലേക്ക് തിരിച്ചുള്ള ഒരു പൊസിഷനിങ് കൂടെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഇത് നേരത്തെ തന്നെ സത്യത്തിൽ ഈ പൊസിഷൻ നേരത്തെ ചെയ്യുന്നുണ്ട്. ഓട്ടോലിത്ത് റീപൊസിഷനിങ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ റീപൊസിഷനിങ് എന്ന് പറയും. അത് നേരത്തെ ചെയ്യണതാണ്. പക്ഷെ അത് ഞാൻ ചെയ്യുന്ന പോലെ അത്ര വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതല്ല. പേഷ്യൻറ്റിനെ ബുദ്ധിമുട്ടുന്ന തരത്തിൽ തല കീഴോട്ടാക്കി മലന്ന് കിടന്നിട്ടുള്ള എപ്ലി മനൂർ, പിന്നെ ഡിക്സ് ആൽപ്പൈക്ക്, സെയ്മോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊരിക്കലും നമുക്ക് തലകറക്കമുള്ള ഒരു രോഗിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഈ ചെയ്യുന്ന ഡോക്ടർമാർക്ക് തലകറക്കം വന്നിട്ടില്ലാത്ത കാരണം കൊണ്ട് അവർക്കത് മനസ്സിലാവണില്ല. എനിക്ക് വന്നപ്പോഴേ മനസ്സിലായത് അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പേഷ്യൻ്റ് ഒരു ബുദ്ധിമുട്ടില്ലാതെ പേഷ്യൻറ്റിന് സ്വയം ചെയ്യാവുന്ന ഒരു മെത്തഡ് ഞാൻ കണ്ടുപിടിക്കുക ചെയ്തത്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഇറ്റ്സ് ആൾസോ പാർട്ടിക്കിൾ പൊസിഷനിങ്. അതല്ലാതെ ഇത് മാറ്റാൻ വേണ്ടി മെഡിസിൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ മരുന്നില്ലാണ്ട് ചികിത്സിക്കുന്നത്. തല മാത്രം ഇടത്ത് വശത്തേക്ക് തിരിച്ചോളൂ. കറങ്ങണേ പറയാനോ കേട്ടോ. നേരെ വെച്ചോളൂ. ഏത് സൈഡ്? വലത്തെ സൈഡ്. ഇപ്പണ്ട പിന്നെ പറഞ്ഞില്ലേ വലത്തെ സൈഡ് തന്നെയല്ലേ കുഴപ്പമുണ്ടായിരുന്നു. ഇനി നേരെ വയ്ക്കും. ഇനി ഇടത്തോട്ട് അങ്ങ് സ്പീഡിൽ തിരിക്കും. ഇറക്കം വരുമോ നോക്കട്ടെ. കുഴപ്പമില്ലല്ലോ? ഉണ്ടാ ഇല്ല. ഇനി വലത്തോട്ട് സ്പീഡിൽ തിരിക്കും. ഇല്ല. ഇനി ചരിഞ്ഞെടുക്കും. കഴിഞ്ഞു. അത് തന്നെ. കുഴപ്പമില്ലല്ലോ? നീ ഇങ്ങോട്ട് ചരിഞ്ഞെടുക്കും. ഇല്ല. വൈബ്രേഷൻ പോയാ
വൈബ്രേഷൻ കുറവുണ്ട്. ചെവിയിൽ മുളലുണ്ട? മുളലില്ല, മുളലില്ല. എന്നാ എണീറ്റിരുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ചിരിയൊക്കെ വന്നല്ല. മുഖത്തിന് നോക്കിയ മുഖത്തിന് ആളൊരു കുട്ടപ്പനായി. ഇല്ലില്ല, എണീറ്റിരുന്നപ്പോഴാ. മുകളിലേക്ക് നോക്ക്, നീ താഴോട്ട് നോക്കുക, നല്ല പോലെ താഴോട്ട്. തലകുനിക്കുമ്പോൾ വരാറുണ്ടോ? തലകുനിക്കുമ്പോൾ വരാറുണ്ടോ? അല്ല, വരാറുണ്ട്. ചെറുതായിട്ടുണ്ടെങ്കിൽ പറയണം. അങ്ങനെ തന്നെ വയ്ക്കട്ടോ. നീ നേരെ നോക്ക്. ഇപ്പോഴോ? ഇല്ല, കറങ്ങണ്ട. ഒന്നും കൂടെ താഴോട്ട് പോട്ടെ. ഇന്ന് ഗുളിക കഴിച്ചിട്ടുണ്ടോ? ഗുളിക കഴിക്കാണ്ടായിരുന്നു വരേണ്ടത്. പറയാൻ വിട്ടുപോയാണ്. നേരെ വയ്ക്കും. പേടി കറക്കം വന്നു നേരം അങ്ങനെ കഴിച്ചാൽ തന്നെ തലയ്ക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. ടാബ്ലറ്റിൻ്റെ ഇനി ഒന്നും കൂടെ താഴോട്ട് വെക്കും. ഇപ്പോഴോ? കുഴപ്പമില്ല. ഇനി അങ്ങനെയൊക്കെ തല തന്നെത്താൻ തിരിച്ചു നോക്കി. ഇപ്പണ്ടായ പറയണം. അപ്പപ്പോൾ പറയണം. ഇടത്തോട്ട് തന്നെ തിരിക്കുക. അതപ്പോൾ തന്നെ മാറ്റില്ലേ? ഇപ്പണ്ടാ? ഇല്ല, നേരെ വയ്ക്ക്. ഒന്നും കൂടി ഇടത്തോട്ട് തിരിക്കും. ഇല്ല, നേരെ. കുഴപ്പമില്ലല്ലോ. നീ തന്നെ അങ്ങോട്ട് കൊണ്ടൊക്കെ തിരിച്ചു നോക്കി. ഞാൻ പറയാണ്ട് തന്നെ വീട്ടിൽ പോയി തിരിക്കണ്ടേ. ഇനി പിന്നെ പൊക്കിക്കൊണ്ടൊക്കെ തിരികട്ട് വരാൻ പാടില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരി. എൻ്റെ പേരെന്താണ്? ഈ തോന്നുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇത് വേറെ ആൾക്ക് മനസ്സിലാവില്ല. ഇത് പൊക്കിക്കൊണ്ടായ ഡോക്ടർക്ക് മനസ്സിലാവോ? അതാണ് പ്രശ്നം. ഡോക്ടർക്ക് വന്നാലേ അറിയുള്ളൂ. വരാത്തടത്തുള്ളത് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവും. എന്താ കാരണം അറിയോ? ഞാനിത് അനുഭവിച്ചതാണ്. എനിക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഈ മാറ്റൽ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ആകുമ്പോ ഹോസ്പിറ്റലുകൾ കൊടുക്കുന്ന മരുന്ന് എന്തെങ്കിലും വൈറ്റമിൻസോ അല്ലെങ്കിൽ അങ്ങനെയല്ല. അതായത് ഈ തോന്നൽ കുറയ്ക്കാം. അത് എല്ലാ തലകറക്കത്തിനും കൊടുക്കുന്ന മരുന്നാണ്. ഇയർ ബാലൻസിന് പ്രത്യേകമായിട്ടില്ല. തലകറക്കായിട്ടുള്ള എല്ലാ പേഷ്യൻസിനും കൊടുക്കുന്നത് ഒരേ ഡ്രഗ് തന്നെയാണ്. ഇതിനായിട്ട് മെഡിസിൻ ഇല്ല. അതാണ് സത്യം. അപ്പൊ ആ മരുന്നിന്റെ എഫക്റ്റ് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. തലകറക്കം തോന്നാം. പിന്നെ ഇതിന് സാധാരണ ഡോക്ടർമാർ പിന്നെ ചെയ്യുക, തല അനക്കാതെ വെച്ചിരിക്കുക, തല തീരെ മൂവ് ചെയ്യരുത്, തലകറക്കുള്ള സൈഡിലേക്ക് തല തിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. തിരിക്കാതിരിക്കുന്ന കാലം മുഴുവനും പേഷ്യൻറ്റിന് തലകറക്കം മാറില്ല എന്നുള്ളതാണ് സത്യം. ഇയർ ബാലൻസ് മാറില്ല. ഇയർ ബാലൻസ് മാറാൻ നമ്മളറിയാതെ തന്നെയുള്ള ഹെഡ് മൂവ്മെന്റുകൾ കൊണ്ടാണ് ഇത്. എങ്ങനെ പറയുമ്പോ അത്രയും നാളെ ആള് തല അനക്കാണ്ടിരിക്കുമ്പോ നമുക്ക് എന്നുള്ളൂ. അല്ല, അതേ തലകറക്കം വരുന്ന കംപ്ലൈന്റ് ഉണ്ടാവില്ലല്ലോ. തിരിച്ചാലേ കറക്കം വരുള്ളൂ. തിരിച്ചിട്ട് കറക്കം വന്നാൽ കുറെ തിരിച്ചാരം കൊണ്ട് വന്നെന്ന് പറയാലോ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അത് എത്ര നാളും അവരനങ്ങാണ്ട് നടക്കണോ അത്ര നാളെ ഇയർ ബാലൻസ് പോകണ്ട അവിടെ ഉണ്ടാവും. അങ്ങനെ നിൽക്കും. നേരെ മറിച്ച് നമ്മൾ കുറച്ചെങ്കിലും ഹെഡ് മൂവ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ തന്നെത്താൻ തന്നെ മാറിയേക്കാം സാധ്യതയുണ്ട്. പക്ഷെ അത് എത്ര നാളെടുക്കും എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. 10 ദിവസം തൊട്ട് എത്ര വരെ വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ ഡോക്ടറുടെ ഈ ചികിത്സയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്ര ടൈം വേണം ഈ ചികിത്സിക്കാൻ? സാധാരണ ഇപ്പൊ നമ്മൾ കണ്ടു 1-2 പേഷ്യൻസിന്റെ ഇതൊക്കെ നമ്മൾ കണ്ടു. അപ്പോ അതിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഒറ്റ ദിവസത്തോണ്ട് മാറിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ മറ്റുള്ള ഹോസ്പിറ്റലുകൾ ഈ മാസങ്ങളോളം അവർ മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒറ്റ ദിവസത്തോണ്ടാണ് മാറുന്നത്. ഒറ്റ ദിവസമല്ല, നിസ്സാര മണിക്കൂറുകളുണ്ട്. സാധാരണ 15 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ. അതെ, അപൂർവം പേഷ്യൻസിന് 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെയൊക്കെ എടുത്തിട്ടുണ്ട്. മാറിപ്പോവും. അതെ, പിന്നെ അവർക്ക് വന്നിട്ടില്ല. ഒരുപാട് പേര് നമുക്ക് ഒരുപാട് ആൾക്കാർ ഡോക്യുമെന്റേഷൻ ഉണ്ട്. പക്ഷെ വരില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വന്ന മാറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഉറപ്പാണ്. ശരിയാ കാര്യം. ഹലോ ഡോക്ടർ, നമസ്കാരം. എൻ്റെ പേര് സജന. ഇന്നലെ രാത്രി ഞങ്ങൾ ബ്രിസ്ബെയിനിൽ നിന്നും ഡോക്ടറിനെ വിളിച്ചിരുന്നു കൺസൾട്ട് ചെയ്യാനായിട്ട്. ഞാൻ കുറച്ച് മറുപടി അയക്കാൻ കുറച്ച് ലേറ്റ് ആയത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ വെർട്ടിഗോ മാറി എന്നുള്ളത്. എന്ത് മാജിക്കാണ് ഡോക്ടർ ചെയ്തതെന്ന് അറിയില്ല. എന്തായാലും 2 ആഴ്ചയായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത് വെർട്ടിഗോ കാരണം.
ഡോക്ടറിനെ വിളിച്ച് വീഡിയോ ചാറ്റ് ചെയ്തപ്പോൾ ഒരു 20 മിനിറ്റ് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഡോക്ടർ അത് മാറ്റി തരാണ് ചെയ്തത്. പ്രൊസീജിയറൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു. ശരിക്കും എൻ്റെ അസുഖം മാറിയോ? അപ്പൊ ഞാൻ അപ്പൊ വീണ്ടും ഡോക്ടർ പറഞ്ഞല്ലോ തലയൊക്കെ നന്നായി ചെരിച്ചൊക്കെ പിടിച്ചൊക്കെ നോക്കി. എന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പോയോ ഇന്ന് രാവിലെ ആയിട്ട് നോക്കാം, ഈ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴും എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ അറിയണല്ലോ. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് മറുപടി പറയാനായിട്ട്. എന്തായാലും ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും നാട്ടിൽ വരുമ്പോൾ ഡോക്ടറിനെ വന്ന് കാണുന്നതായിരിക്കും. എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഭയങ്കര ഒരു സർപ്രൈസ് ആണ്. വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ ഒരു ദൈവം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എന്നെ ദൈവമാക്കേണ്ടിരുന്നില്ല എന്ന് മാത്രം, അതെനിക്ക് പറയാനുള്ളൂ. സൂരപ്പൻ അതെന്നെ പറഞ്ഞേ. ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? കാര്യമുണ്ട്. ECG എടുത്തിട്ടുണ്ട്, ടെസ്റ്റുകൾ പലവിധ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. വെറ്റ് ഇൻസ്റ്റമെറ്റിൽ ഓഡിയോഗ്രാം കേൾവി ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇതിന് മരുന്നില്ല, അത് ആദ്യം മനസ്സിലാക്കും. കുറവില്ല, ഇതിന് മരുന്നില്ലത്. മരുന്ന് ചെയ്യണ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തിന് മയക്കം ചെയ്യണ്. ആ മയക്കം കൊണ്ട് തലകറക്കം തോന്നൽ കുറയും. പക്ഷെ നടക്കണത് എപ്പോഴും വെച്ചായിരിക്കും. ആദ്യമൊക്കെ കുറച്ച് മാറി കിട്ടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ മരുന്നിന് ഒരു ആക്ഷനും ഉണ്ടാവും. നേരെ വെച്ചോളൂ. കറങ്ങണില്ലല്ലോ. ഇങ്ങോട്ട് തിരിച്ചോ, വലത്തോട്ട്. ഇല്ല, ഇടത്തോട്ട് തിരിക്കും. പറഞ്ഞ സൈഡ് മറിപ്പിടി. കുഴപ്പമില്ലല്ലോ. ആ, നീ ഇങ്ങോട്ട് തിരിക്കും, നീ വലത്തോട്ട് തിരിക്കും. ആ ഇച്ചോ, ഭയങ്കര സ്പീഡായി പോയിട്ടാ. സാധാരണ നിലയ്ക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. കുഴപ്പമില്ലല്ലോ. ആ, ഇങ്ങോട്ട് ചരിഞ്ഞെടുന്നേ, ചരിഞ്ഞെടുക്കുക. കൈ തലയ്ക്ക് വെച്ചോട്ടാ, കൈ തലയ്ക്ക് വെച്ചോ, അല്ലെങ്കിൽ കളിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. കുഴപ്പമില്ല. ഞാൻ അങ്ങോട്ട് ചരിഞ്ഞെടുന്ന് നോക്കും. അയ്യോ, അത് കാരണം അധികം പതുക്കെ മതി, പതുക്കെ മതി. തണ്ടലും ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടാ. കുഴപ്പമില്ലല്ലോ. നേരെ ഇനി ഒന്ന് എണീറ്റിരുന്നോ? അതൊക്കെ പോയി. എണീറ്റിരുന്നോ? കുഴപ്പമില്ലല്ലോ. ഇടത്തോട്ടും വലത്തോട്ടും. ഓ, ഭയങ്കര സ്പീഡ്. അങ്ങേ സൈഡ് ഇരിക്കും. ഇല്ലല്ലോ. ഇറങ്ങിക്കോ. കഴിഞ്ഞു. നിന്ന് കുമ്പിട്ട് നോക്ക്. പറ്റിനോടത്തോളം കുമ്പിട്ട് നോക്ക് കേട്ടോ. തണ്ടൽ സമ്മതിക്കുന്നിടത്തോളം. ഇവിടെ ഒരു കുമ്പിട്ടിൽ തണ്ടൽ വേണമെന്നൊന്നും എന്നോട് പറയരുത്. ആ, പറ്റുന്നുണ്ടെങ്കിൽ. നടുവ് പോക്കായ കാര്യം പറയുന്നത് അതൊന്നുമില്ല അല്ലേ? അതൊക്കെ വെറുതെ പറയുന്നത്. ചെയ്യാറുള്ളൂ. കുഴപ്പമില്ലല്ലോ. എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ചെയ്യണ്ട? അപ്പോൾ നേരത്തെ എന്ത് ചെയ്യായിരുന്നു? ഗൾഫിലായിരുന്നു. ഓ, 5 പേര് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അവർ ഒരിക്കൽ വന്നിട്ടുള്ളൂ, പിന്നെ വന്നിട്ടില്ല. മാറി, അസുഖം മാറി. അതെ, പറഞ്ഞിറങ്ങിക്കുന്ന ഒന്നാണ്. ഞാനിപ്പോൾ കുറെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, ഒന്നും കുറവില്ലാണ്ടപ്പം ചെയ്തപ്പോ മാറ്റായിട്ടുണ്ട്. വന്നപ്പോ തലയ്ക്ക് ഭയങ്കര കട്ടിയായിരുന്നു. നമ്മൾ കണ്ടതല്ലേ. ഇപ്പൊ ഓക്കെ ആയി. അപ്പോ എയർ ബാലൻസ് വന്നതിന്റെ പേരിൽ നിങ്ങൾ ചികിത്സിക്കാണ്ടിരിക്കണ്ട. കാരണം അത് 100% മാറും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഡോക്ടറുടെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട. ഗൂഗിൾ എടുത്തതിന് ശേഷം എയർ ബാലൻസ് ഡോക്ടർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും എയർ ബാലൻസ് ഡോക്ടർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ തന്നെയുണ്ട്. അപ്പോൾ അത് സെർച്ച് ചെയ്ത് ഡോക്ടർ, അതേപോലെ ഇതിൽ നമ്മൾ നമ്പർ കൊടുക്കാം, അതേപോലെ തന്നെ ലൊക്കേഷനും കാര്യങ്ങളും ഷെയർ ചെയ്യാം. അപ്പോൾ ഡോക്ടറെ വിളിക്കുക. നിങ്ങൾ ഓൺലൈനിലായിട്ട് ഏറ്റവും നല്ലത്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓൺലൈനിലായിട്ട് തന്നെയാണ് ചികിത്സിക്കുന്നതാണ് നല്ലത്.